ഖത്തറിലെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് ട്രാഫിക് ഫൈനുകളെ കുറിച്ച് നോക്കിയാലോ. ആദ്യമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആയിട്ടും ഡ്രൈവ് ചെയ്താൽ 1500 ഖത്തർ റിയാലാണ് ഫൈൻ ആയിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ ട്രാഫിക് വയലേഷൻ കാരണമായിട്ട് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടും ഡ്രൈവ് ചെയ്താൽ 3000 റിയാൽ ഫൈനും കൂടാതെ 3 ബ്ലാക്ക് പോയിന്റ് കൂടി ഉണ്ടാവുന്നതായിരിക്കും. അടുത്തതായിട്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാന്ന് വെച്ചോ, എന്നിട്ടും ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അതുമല്ല പോലീസ് ചെക്കിങ്ങിന്റെ ടൈമിൽ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലില്ലെങ്കിൽ 500 റിയാൽ ഫൈനും 1 ബ്ലാക്ക് പോയിന്റും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി ഒന്നിൽ കൂടുതൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അത് മിസ്യൂസ് ചെയ്യുന്നത് പിടിക്കപ്പെടുകയും ചെയ്താൽ 500 റിയാൽ വരെ ഫൈൻ ഉണ്ടാവും. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മളുടെ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കേടുപാടുകളോ സംഭവിച്ചിട്ട് അത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ വിവരം അറിയിച്ചില്ലെങ്കിൽ 300 റിയാൽ വരെ ഫൈൻ ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചാൽ ഉടനെ തന്നെ നമ്മൾ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ 300 റിയാൽ ഫൈൻ ഉണ്ടാവും. കൂടാതെ ലോസ്റ്റ് ആയ ഡ്രൈവിംഗ് ലൈസൻസിന് പകരം പുതിയ ഇഷ്യൂ ചെയ്തതിന് ശേഷം നമ്മുടെ പഴയത് എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ട്രാഫിക്കിൽ വിവരം അറിയിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ ദ സെയിം ഫൈൻ നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും.